Dear students, welcome back to Support for Learning Mathematics. നമ്മൾ മാത്സിലെ തേർഡ് ചാപ്റ്റർ ആയ ചാൻസ് അല്ലെങ്കിൽ പ്രോബബിലിറ്റിയുടെ ഡിസ്കഷൻ സെക്ഷൻ ആണ് കണ്ടിന്യൂ ചെയ്തു വന്നത്. നമുക്ക് ഇടയ്ക്ക് ഒരല്പം ലാഗിങ് വന്നു, കുറച്ച് പേഴ്സണൽ പ്രോബ്ലംസ് കാരണം ലാഗിങ് ആയതാണ്. നമുക്ക് എന്തായാലും പ്രോബബിലിറ്റിയുടെ ഇനി റിമെയിൻ ചെയ്യുന്ന പോർഷൻ എന്ന് പറയുന്നത് ജോമെട്രിക്കൽ പ്രോബബിലിറ്റിയാണ്. നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്ത പ്രോബബിലിറ്റിയുടെ അതേ ബേസിൽ തന്നെയാണ് ജോമെട്രിക്കൽ പ്രോബബിലിറ്റിയും കാൽക്കുലേറ്റ് ചെയ്യുന്നത്. നമ്മൾ പ്രീവിയസ് ക്ലാസ്സസിൽ പ്രോബബിലിറ്റി ഇവാലുവേറ്റ് ചെയ്ത് എങ്ങനെയായിരുന്നു? ഫേവറബിൾ ബൈ ടോട്ടൽ അല്ലെ, അവിടെ ഫേവറബിൾ നമ്പർ ബൈ ടോട്ടൽ നമ്പർ ആയിരുന്നു. ഇവിടെ ജോമെട്രിക്കൽ പ്രോബബിലിറ്റിയിൽ വരുമ്പോഴും ഏരിയയെ ബേസ് ചെയ്ത് നമ്മൾ പ്രോബബിലിറ്റി പറയുന്നത്. അപ്പൊ നമുക്ക് അതിനകത്ത് കൺസിഡർ ചെയ്യേണ്ടത് ഫേവറബിൾ ഏരിയ എന്താണ്, ടോട്ടൽ ഏരിയ എന്താണ്. അപ്പൊ ഒരു ജോമെട്രിക്കൽ പ്രോബബിലിറ്റിയിൽ നമ്മൾ പ്രോബബിലിറ്റി ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ പ്രോബബിലിറ്റി ഓഫ് ആൻ ഈവന്റ് എന്ന് പറയുന്നത് ഫേവറബിൾ ഏരിയ ഹോൾ ഡിവൈഡഡ് ബൈ ടോട്ടൽ ഏരിയ എന്ന് പറയുന്നത്. അന്നേരം പ്രീവിയസ് പ്രോബബിലിറ്റീസിൽ നമ്മൾ ഫേവറബിൾ നമ്പർ ഓഫ് ഔട്ട്കം ഡിവൈഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഔട്ട്കം പറഞ്ഞു. ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത് ജോമെട്രിക്കൽ ബേസിലാണെങ്കിൽ അവിടെ ഫേവറബിൾ ഏരിയയുടെ വാല്യൂ എന്താണ്, ഹോൾ ഡിവൈഡഡ് ബൈ ടോട്ടൽ ഏരിയയുടെ വാല്യൂ എന്താണ്. ഇത് രണ്ടും എടുക്കുമ്പോഴത്തേക്ക് നമുക്ക് അതിന്റെ പ്രോബബിലിറ്റി ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, നമുക്ക് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഒന്ന് കൺസിഡർ ചെയ്യാം. ഇൻ ദ ബിലോ പിക്ചർ എ സ്ക്വയർ ഗോട്ട് ബൈ ജോയിനിങ് ദ മിഡ് പോയിന്റ്സ് ഓഫ് ബിഗർ സ്ക്വയർ ഈസ് ദ ഗ്രീൻ പാർട്ട്. കാൽക്കുലേറ്റ് ദ പ്രോബബിലിറ്റി ഓഫ് എ ഡോട്ട് പുട്ട് വിതൗട്ട് ലുക്കിംഗ് ടു ബി വിത്തിൻ ദ ഗ്രീൻ പാർട്ട്. അല്ലെ, നമുക്ക് ഈ ഫിഗറിനകത്ത് നോക്കാതെ ഒരു ഡോട്ട് ഇട്ട് കഴിഞ്ഞാൽ ആ ഡോട്ട് നമ്മുടെ ഗ്രീൻ റീജിയനകത്ത് വരാനുള്ള പ്രോബബിലിറ്റി എന്താണെന്ന് ചോദിക്കുന്നത്. ഇപ്പൊ നോർമലി ഒരു ഡൗട്ട് ഉണ്ടാവും, സാർ ഈ ഡോട്ട് ഇടുമ്പോൾ നമ്മുടെ ആ യെല്ലോ റീജിയനും ഔട്ട്സൈഡിലേക്ക് പോയിക്കൂടെ? കോമൺ ആയിട്ട് ഉണ്ടാകുന്ന ഒരു ഡൗട്ടാണ്. നമ്മൾ അങ്ങനെ ഒരു ഓപ്ഷൻ കൺസിഡർ ചെയ്യരുത്. നമുക്ക് കൺസിഡർ ചെയ്യുന്ന റീജിയൻ എന്ന് പറയുന്നത് ആ ലാർജർ സ്ക്വയർ യെല്ലോ റീജിയൻ ആണ്. ഒരു സിമ്പിൾ എക്സാമ്പിൾ പറയാം. നമ്മുടെ ടേബിളിന്റെ മുകളിൽ ഒരു ഒബ്ജക്റ്റ് വെച്ചിരിക്കുക. ആ ടേബിളിന്റെ മുകളിലുള്ള ഒബ്ജക്റ്റിലൊന്ന് തൊടാൻ പറഞ്ഞാൽ നമ്മൾ ടേബിളിന്റെ അടുത്ത് നിൽക്കുക, അല്ലെ, ടേബിളിനോട് ചേർന്ന് നിൽക്കുക, എല്ലാവരും എളുപ്പം നിൽക്കുക. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? കൈ കൊണ്ട് ഈ ടേബിളിന്റെ മുകളിലുള്ള ഒബ്ജക്റ്റിനെ ഇങ്ങനെ തൊടാൻ ശ്രമിക്കും. അപ്പൊ നമ്മുടെ കൈ എന്ന് പറയുന്നത് ടേബിളിന്റെ ഔട്ട്സൈഡിലാണ് പോകുന്നതെങ്കിൽ എന്ത് ചെയ്യും? കൈ താഴേക്ക് പോകും. അപ്പൊ നമുക്ക് മനസ്സിലാവും എന്താണ്, ഇത് ടേബിളിന്റെ മുകളിലുള്ള റീജിയൻ അല്ല. അപ്പൊ നമ്മൾ പിന്നെ അവിടെ നോക്കൂ? ഇല്ലല്ലോ. നമ്മൾ വീണ്ടും ടേബിളിന്റെ ടോപ്പിലേക്കുള്ള ഓപ്ഷൻ ആയിരിക്കും നോക്കുന്നത്. അതുപോലെ ഈ ജോമെട്രിക്കൽ പ്രോബബിലിറ്റിയിലും നിങ്ങൾ നോക്കേണ്ടത് ഒരു ലാർജർ ജോമെട്രിക്കൽ ഫിഗർ ഉണ്ടാവും. ആ ലാർജർ ജോമെട്രിക്കൽ ഫിഗർ ആണ് നമ്മുടെ ടോട്ടൽ ഏരിയ എന്ന് പറയുന്നത്. ആ ലാർജർ ജോമെട്രിക്കൽ ഫിഗറിനകത്തൊരു സ്മോളർ ജോമെട്രിക്കൽ ഫിഗർ ഉണ്ടാവും. അതായിരിക്കും നമുക്ക് ഫേവറബിൾ ആയിട്ട് കൺസിഡർ ചെയ്യേണ്ടി വരുന്നത്. എന്തായാലും ലാർജർ ജോമെട്രിക്കൽ ഫിഗറിന് അകത്ത് ഉള്ള റീജിയനകത്ത് മാത്രമേ നമ്മൾ ഡിസ്കസ് ചെയ്യാറുള്ളൂ. അതിന്റെ ഔട്ട്സൈഡിലേക്ക് നമ്മളത് കൺസിഡർ ചെയ്യാറില്ല. എന്തായാലും നമുക്ക് ഇതിന്റെ സൊല്യൂഷൻ പാർട്ടിലേക്ക് ഒന്ന് പോകാം. നമുക്ക് ഫിഗർ ഒന്ന് കൺസിഡർ ചെയ്യാം. സീ ദ ഫിഗർ ഹിയർ. ABCD ഇസ് എ ലാർജർ സ്ക്വയർ. ഈ ലാർജർ സ്ക്വയറിന്റെ മിഡ് പോയിന്റ്സ് അല്ലെ, നമുക്ക് PQRS എന്ന് മാർക്ക് ചെയ്യാം. ഈ മിഡ് പോയിന്റ്സ് ജോയിൻ ചെയ്യുന്ന ഒരു സ്മോളർ സ്ക്വയർ അവിടെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്, അല്ലെ, ആ ഗ്രീൻ കളറിൽ വന്നിരിക്കുന്നത്. അന്നേരം ഡോട്ട് നമ്മൾ ഫിക്സ് ചെയ്യുമ്പോൾ ഈ ഗ്രീൻ കളറിൽ ഡോട്ട് കിട്ടാനുള്ള പ്രോബബിലിറ്റി ആവശ്യമില്ല. അന്നേരം ഇതിനകത്ത് ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഈ ജോമെട്രിക്കൽ പ്രോബബിലിറ്റീസിലൊക്കെ ചില ക്വസ്റ്റ്യൻസിനകത്ത് നമ്മുടെ ലാർജർ ജോമെട്രിക്കൽ ഫിഗറിന്റെയോ അല്ലെങ്കിൽ സ്മോളർ ജോമെട്രിക്കൽ ഫിഗറിന്റെയോ അല്ലെങ്കിൽ ബോത്ത് ഫിഗറിന്റെയോ ഡയമെൻഷൻസ് എന്ന് പറഞ്ഞാൽ എന്താ, അതിന്റെ ന്യൂമറിക്കൽ വാല്യൂസ് അല്ലെ, മെഷർമെന്റ്സ് ഗിവൺ ആയിരിക്കും. ചില ക്വസ്റ്റ്യൻസിനകത്ത് ഈ മെഷർമെന്റ്സ് ഗിവൺ ആയിരിക്കില്ല. അതായത് രണ്ട് ടൈപ്പ് ക്വസ്റ്റ്യൻ ജോമെട്രിക്കൽ പ്രോബബിലിറ്റി നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ഈ ജോമെട്രിക്കൽ ഫിഗേഴ്സിന്റെ ഡയമെൻഷൻസ് അളവുകൾ ഗിവൺ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും ഉണ്ടാവും, ഡയമെൻഷൻസ് നോട്ട് ഗിവൺ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും ഉണ്ടാവും. അങ്ങനെ ഡയമെൻഷൻസ് നോട്ട് ഗിവൺ ആണെങ്കിൽ നമുക്ക് ആ ഡയമെൻഷൻസ് അസൈൻ ചെയ്ത് വേണം പ്രോബ്ലം സ്റ്റാർട്ട് ചെയ്യാൻ. ഇവിടെ നമ്മുടെ ഈ ക്വസ്റ്റ്യനകത്തും ലാർജർ സ്ക്വയറിന്റെയോ സ്മോളർ സ്ക്വയറിന്റെയോ സൈഡിന്റെ മെഷർമെന്റ് സ്പെസിഫിക് ആയിട്ട് തന്നിട്ടില്ല. സോ ഫസ്റ്റ് ഓഫ് ഓൾ വി ഹാവ് ടു അസൈൻ സം വാല്യൂ to the larger square or to the smaller square.
അപ്പൊ ഞാൻ ഇവിടെ ആ ലാർജർ സ്ക്വയറിന്റെ സൈഡ് 2a എന്ന് പറഞ്ഞ് കൺസിഡർ ചെയ്യാണ്. സോ ലെറ്റ് ദ സൈഡ് ഓഫ് ലാർജർ സ്ക്വയർ ഈക്വൽ ടു 2a എന്ന് പറഞ്ഞു അല്ലെ. അപ്പോൾ നോർമലി നമുക്ക് ഇനി സ്മോളർ സ്ക്വയറിന്റെ സൈഡൂടെ കാൽക്കുലേറ്റ് ചെയ്യണം. എങ്കിലല്ലേ നമുക്ക് ഏരിയ ഫേവറബിളും ടോട്ടലും ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും അല്ലെ. സോ സിൻസ് PQRS ആർ മിഡ് പോയിന്റ്സ് ഓഫ് ദ ലാർജർ സ്ക്വയർ അല്ലെ. അങ്ങനെ വരുമ്പോഴത്തേക്ക് നോക്കിയേ, ആ AQ എന്ന് പറയുന്നത് ലാർജർ സ്ക്വയറിന്റെ സൈഡിന്റെ ഹാഫ് അല്ലേ. അതുപോലെ AP എന്ന് പറയുന്നത് ലാർജർ സ്ക്വയറിന്റെ സൈഡിന്റെ ഹാഫ് അല്ലേ അല്ലെ. സോ ഹെൻസ് AQ ഈക്വൽ ടു AP, ബോത്ത് ആർ ഈക്വൽ ടു A അല്ലെ. കാരണം ലാർജർ സ്ക്വയറിന്റെ സൈഡ് 2a ആകുമ്പോൾ അതിന്റെ മിഡ് പോയിന്റ് ആണ് Q അല്ലെ. മിഡ് പോയിന്റ് Q ആകുമ്പോഴത്തേക്ക് A മുതൽ Q വരെ എന്താവും, A ആയിരിക്കും. അതുപോലെ AD എന്ന് പറയുന്നത് ലാർജർ സ്ക്വയറിന്റെ സൈഡ് 2a ആണ്. P എന്ന് പറയുന്ന ADയുടെ മിഡ് പോയിന്റാ. അപ്പോ A മുതൽ P വരെ വരുന്നത് 2aയുടെ ഹാഫ് A ആയിരിക്കും അല്ലെ. ഓക്കെ, സോ നൗ വി ഹാവ് വൺ റൈറ്റ് ട്രയാങ്കിൾ ദർ. ഏതാണത്? സി ഇൻ റൈറ്റ് ട്രയാങ്കിൾ PAQ. എന്തിനാ റൈറ്റ് ട്രയാങ്കിൾ നമ്മൾ കൺസിഡർ ചെയ്തത്? റൈറ്റ് ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുമ്പോൾ അതിന്റെ ഹൈപ്പോട്ടനീസ് ആയിട്ട് വരുന്ന PQ എന്ന് പറയുന്നത് നമ്മുടെ ആ ഗ്രീൻ കളറിലുള്ള സ്ക്വയറിന്റെ സൈഡാണ്. കാരണം നമുക്കിവിടെ രണ്ട് ജോമെട്രിക്കൽ ഫിഗറാ വരുന്നത്. ലാർജർ സ്ക്വയർ ABCDയും സ്മോളർ സ്ക്വയർ PQRSഉം. ലാർജർ സ്ക്വയറിന്റെ സൈഡ് 2a നമ്മൾ അസൈൻ ചെയ്തു. ഇനി ആ 2a ബേസ് ചെയ്തുകൊണ്ട് വേണം സ്മോളർ സ്ക്വയറിന്റെ സൈഡ് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ. എപ്പോഴും ഇങ്ങനെ തന്നെ പഠിച്ചു വയ്ക്കുക. ഏതെങ്കിലും ഒരു ജോമെട്രിക്കൽ ഫിഗറിന്റെ ഡയമെൻഷൻസിന് അസൈൻ ചെയ്ത് വാല്യൂ കൊടുക്കുക. ആ വാല്യൂവിനെ ബേസ് ചെയ്തുകൊണ്ട് അടുത്ത ജോമെട്രിക്കൽ ഫിഗറിന്റെ ഡയമെൻഷൻസ് ഫൈൻഡ് ഔട്ട് ചെയ്യാം. അതായത് ഞാനിവിടെ ആ PQ എന്ന് പറയുന്ന സ്മോളർ സ്ക്വയറിന്റെ സൈഡ് കാൽക്കുലേറ്റ് ചെയ്യാൻ PAQ എന്ന് പറയുന്ന റൈറ്റ് ട്രയാങ്കിൾ കൺസിഡർ ചെയ്തു. ആ റൈറ്റ് ട്രയാങ്കിൾ എന്ന് പറയാൻ കാരണം എന്താ? ABCD എന്ന് പറയുന്നത് സ്ക്വയർ അല്ലേ. ABCD സ്ക്വയർ ആകുമ്പോൾ A എന്ന് പറയുന്നത് 90 ഡിഗ്രി അല്ലേ വരുന്നത് അല്ലെ. അങ്ങനെ വരുന്നുണ്ട് അവിടെ എന്താവും? PAQ എന്ന് പറയുന്നത് റൈറ്റ് ട്രയാങ്കിൾ ആവും. ആ റൈറ്റ് ട്രയാങ്കിളിന്റെ ഹൈപ്പോട്ടന്യൂസ് സൈഡ് അല്ലേ PQ അല്ലെ. പൈതഗോറസ് തിയറത്തിനെ ബേസ് ചെയ്തുകൊണ്ട് നമുക്ക് PQ കാൽക്കുലേറ്റ് ചെയ്യാം. നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ, ഹൈപ്പോട്ടന്യൂസ് ഈക്വൽ ടു റൂട്ട് ഓഫ് ബേസ് സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ എന്നാണ് അല്ലെ. അപ്പൊ ഇവിടുത്തെ ഹൈപ്പോട്ടന്യൂസ് എന്ന് പറഞ്ഞാൽ PQ അല്ലേ. സോ PQ ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് ബേസ് സ്ക്വയർ എന്ന് പറയുന്നത് AQ, അതിന്റെ സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് AP ആയിട്ട് കൺസിഡർ ചെയ്ത AP സ്ക്വയർ അല്ലെ. ഇനി ആ ബോത്ത് സൈഡ്സും AQവും APയുടെയും വാല്യൂ നമുക്കറിയാലോ, ബോത്ത് ആർ A അല്ലേ. നമുക്ക് എന്ത് എഴുതാം? ദാറ്റ് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് A സ്ക്വയർ പ്ലസ് A സ്ക്വയർ. ദാറ്റ് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 2a സ്ക്വയർ എന്ന് കിട്ടും അല്ലെ. ഓക്കെ, അതങ്ങനെ നിൽക്കട്ടെ, PQ ഓടെ നിൽക്കട്ടെ, റൂട്ടായിട്ട് നിൽക്കട്ടെ. നോർമലി ഇനി ഒരു അടുത്ത ഡൗട്ട് ഉണ്ടാവും, സാർ അത് സ്ക്വയർ റൂട്ട് എടുത്തിട്ട് നമുക്ക് A√2 എടുത്തൂടെ? നമുക്കിവിടെ PQ അല്ല നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്നത്. പ്രോബബിലിറ്റി കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ആ ഗ്രീൻ കളറിൽ വരുന്ന സ്ക്വയറിന്റെ സൈഡ് PQ ആകുമ്പോൾ നമുക്ക് അതിന്റെ ഏരിയ എന്ന് പറഞ്ഞാൽ PQന്റെ സ്ക്വയറാണ് അല്ലെ. അപ്പൊ അവിടെ സ്ക്വയർ റൂട്ട് എടുക്കേണ്ട, PQ അങ്ങനെ തന്നെ നിന്നോട്ടെ. അതായിരിക്കും നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ എളുപ്പമുള്ളത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്തു? ലാർജർ ജോമെട്രിക്കൽ ഫിഗർ ആയ ലാർജർ സ്ക്വയർ ABCDയുടെ സൈഡ് 2a എന്നറിയാം. അതിനകത്ത് വരുന്ന സ്മോളർ ജോമെട്രിക്കൽ ഫിഗർ ആയ PQRS എന്ന് പറയുന്ന സ്ക്വയറിന്റെ സൈഡ് റൂട്ട് 2a സ്ക്വയർ ആണെന്ന് പറയാം. അപ്പം ബോത്ത് ജോമെട്രിക്കൽ ഫിഗേഴ്സിന്റെയും ഡയമെൻഷൻസ് നമുക്കറിയാം. അപ്പൊ ഇതിന്റെ ഏരിയ കാൽക്കുലേറ്റ് ചെയ്യാൻ എളുപ്പമല്ലേ അല്ലെ. ഏരിയ അറിയാമെങ്കിൽ നമുക്ക് പ്രോബബിലിറ്റിയും അവിടെ പറയാൻ പറ്റും അല്ലെ. സോ പ്രോബബിലിറ്റി ഓഫ് ആൻ ഈവന്റ് ഈക്വൽ ടു ഫേവറബിൾ ഏരിയ ഡിവൈഡ് ബൈ ടോട്ടൽ ഏരിയ ആണല്ലോ. എന്നിട്ട് നമുക്ക് എന്താ ക്വസ്റ്റ്യൻ? പ്രോബബിലിറ്റി ഓഫ് ഡോട്ട് വിത്തിൻ ഗ്രീൻ പാർട്ട് ആണ് അല്ലെ. സോ പ്രോബബിലിറ്റി ഓഫ് ഡോട്ട് വിത്തിൻ ഗ്രീൻ പാർട്ട് ഈക്വൽ ടു ഫേവറബിൾ ഏരിയ ഡിവൈഡ് ബൈ ടോട്ടൽ ഏരിയ അല്ലെ. എന്ന് പറഞ്ഞാൽ എന്താ ഫേവറബിൾ ഏരിയ എന്ന് പറഞ്ഞാൽ ഗ്രീൻ കളർ സ്ക്വയറിന്റെ ഏരിയ അല്ലേ. ഗ്രീൻ കളർ സ്ക്വയറിന്റെ വൺ സൈഡിലെ PQ, അന്നേരം ആ PQന്റെ സ്ക്വയർ ഹോൾ ഡിവൈഡ് ബൈ ടോട്ടൽ ഏരിയ എന്ന് പറയുമ്പോൾ ആ ലാർജർ സ്ക്വയർ അല്ലേ ABCD എന്ന് പറയുന്ന സ്ക്വയർ അല്ലെ. ആ ABCD എന്ന് പറയുന്ന സ്ക്വയറിന്റെ സൈഡ് AB ആണ്. അപ്പൊ അതിന്റെ ഏരിയ എന്ന് പറഞ്ഞാൽ AB സ്ക്വയർ ആണ് ആണല്ലോ. ഓക്കെ, സോ നമുക്ക് ആ PQനും ABക്കും വാല്യൂസ് കൊടുക്കുമ്പോൾ PQന്റെ വാല്യൂ എന്ന് പറയുന്നത് റൂട്ട് 2a സ്ക്വയർ ആണ്. അപ്പോ PQന്റെ സ്ക്വയറോ? ഏതൊരു ടേമിനും റൂട്ട് ഉണ്ടെങ്കിൽ അതിനെ സ്ക്വയർ ചെയ്താൽ ആ റൂട്ടിനെ അങ്ങ് അവിടെ നിന്ന്
ഒഴിവാക്കിയാൽ മാത്രം മതി. അന്നേരം പി ക്യു എന്ന് പറയുന്നത് √2a² ആകുമ്പോൾ പി ക്യൂവിന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ആ റൂട്ട് അങ്ങ് അവോയ്ഡ് ചെയ്തേക്കുക, എന്നിട്ട് 2a² ആണ്. അതുപോലെ എ ബി എന്ന് പറയുന്നത് ലാർജർ സ്ക്വയറിന്റെ സൈഡ് ആണ്. നമ്മൾ ഫസ്റ്റിലെ പറഞ്ഞിട്ടുണ്ട് ദ സൈഡ് ഓഫ് ലാർജർ സ്ക്വയർ ഈക്വൽ ടു 2a എന്ന്. അന്നേരം എ ബി എന്ന് പറയുന്നത് 2a ആണ്. അപ്പോൾ എ ബിയുടെ സ്ക്വയർ എന്ന് പറയുന്നത് എന്താവും? 4a² ആവും അല്ലെ. സോ ഇറ്റ് ഈസ് ഈക്വൽ ടു 2a² ഹോൾ ഡിവൈഡ് ബൈ 4a². അറിയാലോ 2a² വന്ന എങ്ങനെയെന്ന്? പി ക്യു എന്ന് പറയുന്നത് √2a² ആണ്. അപ്പോ പി ക്യൂവിന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ആ √2a² റൂട്ടിനെ അങ്ങ് ഒഴിവാക്കുക, അപ്പൊ 2a² ആവും. ഇനി എ ബി എന്ന് പറയുന്നത് ലാർജർ സ്ക്വയറിന്റെ സൈഡ് ആണ്. ആ ലാർജർ സ്ക്വയറിന്റെ സൈഡ് ഫസ്റ്റിലെ നമ്മൾ അസൈൻ ചെയ്തിട്ടുണ്ട് 2a ആണ്. അപ്പോ എ ബിയുടെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 2a സ്ക്വയർ. 2a സ്ക്വയർ എന്ന് പറഞ്ഞാൽ 2നെയും സ്ക്വയർ ചെയ്യണം, എയും സ്ക്വയർ ചെയ്യണം അല്ലെ. 2നെ സ്ക്വയർ ചെയ്യുമ്പോൾ 4 ആവും, ഈ എ സ്ക്വയർ ചെയ്യുമ്പോൾ a² ആവും. അങ്ങനെ നമുക്കിപ്പം 2a² ഹോൾ ഡിവൈഡ് ബൈ 4a² കിട്ടിയിരിക്കുന്നത്. അവിടെ നോക്കിയേ a² a² നമുക്ക് ക്യാൻസൽ ചെയ്ത് പറഞ്ഞൂടെ. ഇത് നോക്കിയേ, ന്യൂമറേറ്ററിലെ 2ഉം ഡിനോമിനേറ്ററിലെ 4ഉം 2ന്റെ മൾട്ടിപ്പിൾസ് അല്ലേ. അപ്പൊ 2ന്റെ മൾട്ടിപ്പിൾസ് ആയി നമുക്ക് 2 വെച്ച് ക്യാൻസൽ ചെയ്യാം. ന്യൂമറേറ്ററിലെ 2നെ നമുക്ക് 2 വെച്ച് ക്യാൻസൽ ചെയ്യുമ്പോൾ 1 കിട്ടും. ഡിനോമിനേറ്ററിലെ 4നെ നമുക്ക് 2 വെച്ച് ക്യാൻസൽ ചെയ്യുമ്പോൾ 2 കിട്ടും. സോ ദ ആൻസർ ഈസ് 1/2. ദാറ്റ് ഈസ് പ്രോബബിലിറ്റി ഓഫ് ഡോട്ട് വിത്തിൻ ഗ്രീൻ പാർട്ട് ഈക്വൽ ടു 1/2. ഇതാണ് നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യന്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. നമുക്കിനി സെക്കൻഡ് ക്വസ്റ്റ്യൻ ഒന്ന് കൺസിഡർ ചെയ്യാം. ക്വസ്റ്റ്യൻ ഇതായിരുന്നു: ഇൻ ദ ബിലോ പിക്ചർ എ സ്ക്വയർ വിത്ത് ഓൾ വെർട്ടിസസ് ഓൺ എ സർക്കിൾ ഈസ് ദ ഗ്രീൻ പാർട്ട്. കാൽക്കുലേറ്റ് ദ പ്രോബബിലിറ്റി ഓഫ് എ ഡോട്ട് പുട്ട് വിതൗട്ട് ലുക്കിംഗ് ടു ബി വിത്തിൻ ദ ഗ്രീൻ പാർട്ട്. ഓക്കെ, നമുക്കിവിടെ ഫിഗർ ഉണ്ട്. ലാർജർ ഏരിയ എന്ന് പറയുന്നത് സർക്കിൾ ആണ്, സ്മോളർ ഏരിയ എന്ന് പറയുന്നത് നമ്മുടെ സ്ക്വയർ ആണ്. നമുക്ക് സർക്കിൾസ് പഠിച്ചതിന്റെ ചില കൺസെപ്റ്റുകളൂടെ ഇവിടെ കൊണ്ടുവരുമ്പോഴേ നമുക്കിതിനെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. എന്തായാലും നമുക്ക് ഇതിന്റെ സൊല്യൂഷൻ പാർട്ടിലേക്ക് പോവാം. ഫസ്റ്റ് ഓഫ് ഓൾ വി ക്യാൻ കൺസിഡർ ദ ഫിഗർ ഹിയർ അല്ലെ. നമുക്ക് ലാർജർ ഏരിയ എന്ന് പറയുന്നത് സർക്കിൾ യെല്ലോ റീജിയൻ, സ്മോളർ എന്ന് പറയുന്നത് നമ്മുടെ ABCD എന്ന് പറഞ്ഞ സ്ക്വയർ ആണ്. ഇതിന്റെ സൈഡ് എന്ന് പറയുന്നത് 2 സെന്റിമീറ്റർ ആണ്, ഗിവൺ ആണ്. ഇതാണ് ഞാൻ തൊട്ട് മുന്നേ പറഞ്ഞത്. 2 ടൈപ്പ് ഓഫ് പ്രോബ്ലം വരും. ചില ക്വസ്റ്റ്യൻസിനകത്ത് ഡയമെൻഷൻസ് ഗിവൺ ആയിരിക്കും. അത് ബോത്ത് ഫിഗേഴ്സിന്റെ ഡയമെൻഷൻസ് സംടൈംസ് ഗിവൺ ആയിരിക്കും. ചിലപ്പോ 1 ഫിഗറിന്റെ ഡയമെൻഷൻ ഗിവൺ ആയിരിക്കും. അതിനെ ബേസ് ചെയ്ത് അനദർ മീൻസ് സെക്കൻഡ് ജോമെട്രിക്കൽ ഫിഗറിന്റെ ഡയമെൻഷൻ നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്കത് കാൽക്കുലേറ്റ് ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ്. അപ്പൊ ഇവിടെ ഈ ക്വസ്റ്റ്യൻ നോക്കി, കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ നിന്ന് എൻറ്റയർലി ഡിഫറെന്റ് ആണ്. നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റിനകത്ത് ഡയമെൻഷൻസേ ഗിവൺ അല്ലായിരുന്നു അല്ലെ. ബോത്ത് ഫിഗേഴ്സിന്റെ ലാർജർ സ്ക്വയറിന്റെയും ഡയമെൻഷൻസ് ഗിവൺ അല്ലായിരുന്നു, സ്മോളർ സ്ക്വയറിന്റെയും ഡയമെൻഷൻ ഗിവൺ അല്ലായിരുന്നു. അവിടെ നമ്മൾ ലാർജർ സ്ക്വയറിന് ഡയമെൻഷൻ കൊടുത്തു അല്ലെ, സൈഡിന് 2a എന്ന് പറഞ്ഞു. ആ 2a ബേസ് ചെയ്തുകൊണ്ട് സ്മോളർ സ്ക്വയറിന്റെ ഡയമെൻഷൻ പറഞ്ഞു. ഈ ക്വസ്റ്റ്യൻ നോക്കി, ഇവിടെ ഡയമെൻഷൻ ഗിവൺ ആണ്. ഗ്രീൻ കളറിൽ വരുന്ന സ്ക്വയറിന്റെ സൈഡ് 2 സെന്റിമീറ്റർ എന്ന് ക്വസ്റ്റ്യൻ ഗിവൺ ആണ് അല്ലെ. അന്നേരം ആ 2 സെന്റിമീറ്ററിനെ കണക്ട് ചെയ്തുകൊണ്ട് നമുക്ക് സർക്കിളിന്റെ ഡയമീറ്റർ അല്ലെങ്കിൽ റേഡിയസ് പറയണം. കാരണം ഇവിടെ എല്ലാം നമ്മൾ ഏരിയയാണ് കൺസിഡർ ചെയ്യുന്നത് അല്ലെ. അന്നേരം സ്ക്വയറിന്റെ സൈഡ് ഉണ്ടെങ്കിൽ സ്ക്വയറിന്റെ ഏരിയ പറയാം. സർക്കിളിനെ സംബന്ധിച്ച് ഏരിയ കാൽക്കുലേറ്റ് ചെയ്യാൻ എന്ത് വേണം? ഒന്നുകിൽ ഡയമീറ്റർ പറയണം, അല്ലെങ്കിൽ അതിന്റെ റേഡിയസ് ആയിരിക്കും നമുക്ക് തരേണ്ടത്. ഇനി നോക്കി, നമ്മുടെ ABCD എന്ന് പറയുന്ന സ്ക്വയർ സർക്കിളിലല്ലേ ആണല്ലോ. ഓക്കെ, അവിടെ നോക്കിയേ, എ എന്ന് പറയുന്നത് 90 ഡിഗ്രിയാണ്, ബി 90 ഡിഗ്രിയാണ്, സി 90 ഡിഗ്രിയാണ്, ഡിയും 90 ഡിഗ്രിയാണ്. സർക്കിളിൽ നമ്മൾ പഠിച്ചത് എന്താ? ഓൺ ദ സർക്കിൾ അല്ലെ. അതായത് സർക്കംഫറൻസിൽ ഒരു പോയിന്റ് 90 ഡിഗ്രിയിൽ 2 ലൈൻസ് ഇന്റർസെക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ലൈൻസ് വരുന്നത് ഡയമീറ്ററിന്റെ എൻ പോയിന്റ്സിൽ നിന്നാണ് അല്ലെ. അപ്പൊ നമ്മുടെ നോക്കിയേ, ഇവിടെ ബി എന്ന് പറയുന്ന പോയിന്റില് അല്ലെ 90 ഡിഗ്രി അല്ലേ ആണ്. സോ വി നോ ദാറ്റ് ആംഗിൾ ഇൻ എ സെമി സർക്കിൾ ഈസ് 90 ഡിഗ്രി. അപ്പോ ബിയില് 90 ആണ്. നോർമലി നിങ്ങൾ വരും, സാറേ എയിലായിക്കൂടെ, ഡിയിലായിക്കൂടെ, സിയിലായിക്കൂടെ ആകാം. ഞാൻ ബി എന്ന് പറയുന്ന പോയിന്റ് ഇവിടെ കൺസിഡർ ചെയ്യുന്നുള്ളൂ. അപ്പൊ നിങ്ങളും ബി തന്നെ എടുക്കണോ? വേണ്ട, നിങ്ങൾ എ വേണേ ചൂസ് ചെയ്തോ, ബി വേണേ ചൂസ് ചെയ്തോ, സി വേണേ ഒന്ന് ചൂസ് ചെയ്തോ. ഞാനിവിടെ പ്രോബ്ലം ഒന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് ബി എന്ന് പറയുന്ന പോയിന്റിലെ 90 ഡിഗ്രി ഇവിടെ നിന്ന് ഹൈലൈറ്റ് ചെയ്തു. ബിയിൽ 90 ഡിഗ്രി ആണെങ്കിൽ ഓട്ടോമാറ്റിക് ആയിട്ട് ബിയിൽ നിന്ന് പോകുന്ന ലൈനായ ബി സിയും ബി എയും ഇതുവഴിയായിരിക്കും പാസ് ചെയ്യുന്നത്. ആ സർക്കിളിന്റെ ഡയമീറ്ററിന്റെ എൻ പോയിന്റ്സിൽ കൂടി ആയിരിക്കും പാസ് ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ എയും സിയും ഈ സർക്കിളിന്റെ
ഡയമീറ്ററിന്റെ എൻ പോയിന്റ്സ് ആയിരിക്കും അല്ലെ. സോ സിൻസ് ആംഗിൾ ബി ഈക്വൽ ടു 90 ഡിഗ്രി ആൻഡ് ഹെൻസ് എ സി ഈസ് ഡയമീറ്റർ. അപ്പോ നമ്മൾ പഠിക്കുന്ന പ്രോബബിലിറ്റി ആണെങ്കിലും നമ്മൾ എവിടെ പോയി സർക്കിൾസിനെ കണക്ട് ചെയ്തു. ബി എന്ന് പറയുന്ന നമ്മുടെ എ ബി സി ഡി സ്ക്വയറിന്റെ വൺ വെർട്ടെക്സ് ആണ്. അവിടെ 90 ഡിഗ്രി ഫോം ചെയ്തിരിക്കുന്നുണ്ട്. ബിയിൽ നിന്ന് പോകുന്ന ലൈനായ ബി സിയും ബി എയും നമ്മുടെ സർക്കിളിന്റെ ഡയമീറ്ററിന്റെ എൻ പോയിന്റ്സിൽ കൂടി പാസ് ചെയ്യും. എന്ന് പറഞ്ഞാൽ എയും സിയും ഡയമീറ്ററിന്റെ എൻ പോയിന്റ്സ് ആണെന്നുള്ളത് ഇവിടെ ക്ലാരിഫൈ ചെയ്യണം. നമുക്ക് എ ബി സി എന്ന് പറയുന്നത് ഒരു റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ അല്ലേ. ആ റൈറ്റ് ആംഗിൾ ട്രയാംഗിളിന്റെ ഹൈപ്പോട്ടിന്യൂസ് അല്ലേ എ സി. ആ ഹൈപ്പോട്ടിന്യൂസ് എന്ന് പറയുന്നത് നമ്മുടെ സർക്കിളിന്റെ ഡയമീറ്റർ അല്ലേ. അപ്പൊ ഇനി സർക്കിളിന്റെ ഏരിയ കണ്ടുപിടിക്കാൻ എളുപ്പമല്ലേ. എ സി എന്ന് പറയുന്ന നമ്മുടെ സ്ക്വയറിന്റെ ഡയഗണൽ അത് സർക്കിളിന്റെ ഡയമീറ്റർ ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. അപ്പോ ആ ഡയമീറ്ററിന്റെ വാല്യൂ അറിയാമെങ്കിൽ സർക്കിളിന്റെ ഏരിയ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും അല്ലെ. സോ ഇൻ റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ എ ബി സി, എ സി എന്ന് പറയുന്നത് ഇവിടെ ആരാ? ഹൈപ്പോട്ടിന്യൂസ്. അതെങ്ങനെ ഹൈപ്പോട്ടിന്യൂസ് പറഞ്ഞ? ഇതൊക്കെ നമ്മൾ സർക്കിൾസിൽ വളരെ ക്ലിയർ ആയിട്ട് ഡിസ്കസ് ചെയ്താ. ബി എന്ന് പറയുന്നത് 90 ഡിഗ്രി ആയതുകൊണ്ട് ബി സിയും ബി എയും ബിയുടെ നിയർ ബൈ സൈഡ്സാ. അപ്പോ ഓപ്പോസിറ്റ് സൈഡ് ആരാ? എ സി ആ. അപ്പോ എ സി എന്ന് പറയുന്ന ഹൈപ്പോട്ടിന്യൂസ് ആണ്. ഹൈപ്പോട്ടിന്യൂസിന്റെ വാല്യൂ എങ്ങനെ കണ്ടുപിടിക്കുന്നത്? റൂട്ട് ഓഫ് ബേസ് സ്ക്വയർ പ്ലസ് ആൾട്ടിറ്റ്യൂഡ് സ്ക്വയർ അല്ലെ. സോ ഹിയർ എ സി ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് ബേസ് എന്ന് പറയുന്നത് എ ബി ആയിട്ട് എടുക്കാം, ആൾട്ടിറ്റ്യൂഡ് എന്നത് ബി സി ആയിട്ട് എടുക്കാം. ദാറ്റ് ഇസ് ഈക്വൽ ടു എ ബി സ്ക്വയർ പ്ലസ് ബി സി സ്ക്വയർ. ഇനി ബോത്ത് സൈഡ്സ് ആയ എ ബിയുടെയും ബി സിയുടെയും ലെന്ത് നമുക്കറിയാം. അപ്പോൾ എ ബിക്ക് പകരം 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, ബി സിക്ക് പകരം അതിനും 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പൊ നമുക്ക് ഇക്വേഷൻ എങ്ങനെ മാറും? ദാറ്റ് ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 2 സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ. ആ 2 സ്ക്വയർ 4 ആണ്, അടുത്ത 2 സ്ക്വയറും 4 ആണ്. എന്നിട്ട് 4 പ്ലസ് 4 8 ആണ്. സോ ഇറ്റ് ഈസ് ഈക്വൽ ടു റൂട്ട് 8. അപ്പോ എ സി എന്ന് പറയുന്ന സ്ക്വയറിന്റെ ഡയഗണൽ അത് സർക്കിളിന്റെ ആരാണ്? ഡയമീറ്റർ ആണ്. അപ്പൊ നമുക്ക് ഡയമീറ്ററിന്റെ വാല്യൂ കിട്ടിയ റൂട്ട് 8 ആണ്. ഡയമീറ്റർ കിട്ടിയാൽ നമുക്ക് എന്താ പറയാൻ പറ്റും? അതിന്റെ റേഡിയസ് വളരെ ഈസി ആയിട്ട് നമുക്ക് പറയാൻ പറ്റും അല്ലെ. സോ ഹെൻസ് ഡയമീറ്റർ ഡി ഈക്വൽ ടു റൂട്ട് 8. ഇനി ഡയമീറ്റർ റൂട്ട് 8 നമുക്ക് എങ്ങനെ എഴുതാം? റൂട്ട് 8 റൂട്ടിനകത്ത് 2 ഇൻറ്റു 2 ഇൻറ്റു 2 എന്ന് എഴുതാം അല്ലെ. നമ്മൾ സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കാൻ ഫാക്ടറൈസേഷൻ മെത്തേഡ് ഒക്കെ പഠിച്ചതാണ് അല്ലെ. അന്നേരം 8 നമുക്ക് ഫാക്ടറൈസ് ആക്കുമ്പോൾ 2 ഇൻറ്റു 2 ഇൻറ്റു 2 എന്ന് എഴുതാം. സ്ക്വയർ റൂട്ടിനകത്ത് ഒരു പർട്ടിക്കുലർ നമ്പർ 2 ടൈംസ് റിപ്പീറ്റ് ചെയ്താൽ അതിൽ ഒരു നമ്പർ നമ്മൾ സ്ക്വയർ റൂട്ടിന്റെ ഔട്ട്സൈഡിലേക്ക് കൊണ്ടുപോകും, ഒരു നമ്പർ നമ്മൾ അങ്ങ് അവോയ്ഡ് ചെയ്യും. അപ്പോൾ ഈ റൂട്ടിനകത്ത് വരുന്ന 2 ഇൻറ്റു 2 ഇൻറ്റു 2 ഫസ്റ്റ് 2 2s നമ്മൾ കൺസിഡർ ചെയ്തിട്ട് ഒരു 2 നമുക്ക് സ്ക്വയർ റൂട്ടിന്റെ ഔട്ട്സൈഡിലേക്ക് കൊണ്ടുപോകാം, ഒരു 2 നമുക്ക് ഒഴിവാക്കാം. ഇനി ഒരു തേർഡ് 2 അതിനകത്ത് നിൽപ്പുണ്ട്, അതിന് പെയർ ചെയ്യാൻ ആരുമില്ല, അതുകൊണ്ട് അത് റൂട്ടിനകത്ത് തന്നെ അതുപോലെ നിൽക്കും. സോ റൂട്ട് 8 നമുക്ക് എങ്ങനെ എഴുതാം? 2 റൂട്ട് 2 എന്ന് എഴുതാം അല്ലെ. ഡയമീറ്റർ ക്ലിയർ ആയി. ഡയമീറ്ററിന്റെ ഹാഫ് അല്ലേ റേഡിയസ് എന്ന് പറയുന്നത് അല്ലെ. സോ ദെയർഫോർ റേഡിയസ് ആർ ഈക്വൽ ടു ഡയമീറ്ററിന്റെ ഹാഫ് ആണ്, അതായത് 2 റൂട്ട് 2ന്റെ ഹാഫ്. ഹാഫ് എന്ന് പറയുമ്പോൾ ബൈ 2 എടുത്താൽ പോരെ. അതായത് 2 റൂട്ട് 2നെ 2 വെച്ച് ഡിവൈഡ് ചെയ്താൽ എന്ത് ചെയ്യും? 2 2 ക്യാൻസൽ ചെയ്ത് പോകും. സോ വി വിൽ ഗെറ്റ് ആസ് റൂട്ട് 2 എന്നാണ് അല്ലെ. ഇപ്പൊ നോക്കി, നമ്മുടെ ലാർജർ ജോമെട്രിക്കൽ ഫിഗർ എന്ന് പറയുന്ന സർക്കിൾ ആണ്. ആ സർക്കിളിന്റെ ഏരിയ കാൽക്കുലേറ്റ് ചെയ്യാൻ റേഡിയസ് നമ്മുടെ ഇപ്പോൾ ഉണ്ട്. സ്മോളർ ജോമെട്രിക്കൽ ഫിഗർ എന്ന് പറയുന്നത് സ്ക്വയർ ആണ്. ആ സ്ക്വയറിന്റെ ഏരിയ കാൽക്കുലേറ്റ് ചെയ്യാൻ സൈഡ് ഗിവൺ ആയിരുന്നു. അപ്പം ബോത്ത് ജോമെട്രിക്കൽ ഫിഗേഴ്സിന്റെയും ഏരിയ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഡയമെൻഷൻസ് നമ്മുടെ കയ്യിലുണ്ട്. ഇനി ആ ഡയമെൻഷൻസ് യൂസ് ചെയ്തുകൊണ്ട് ഈ ബോത്ത് ജോമെട്രിക്കൽ ഫിഗേഴ്സിന്റെയും ഏരിയ കാൽക്കുലേറ്റ് ചെയ്ത് അതിന്റെ ഫ്രാക്ഷൻ എടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? പ്രോബബിലിറ്റിയോടെ കിട്ടും അല്ലെ. ഓക്കെ, സോ പ്രോബബിലിറ്റി ഓഫ് ഡോട്ട് വിത്തിൻ ദ ഗ്രീൻ പാർട്ട് ഈക്വൽ ടു നമ്മുടെ ഫേവറബിൾ ഏരിയ ആരാണ്? ആ ഗ്രീൻ കളറിലുള്ള സ്ക്വയർ അല്ലേ. ടോട്ടൽ ഏരിയ എന്ന് പറയുന്നത് ആ യെല്ലോ കളറിൽ വരുന്ന ഫുൾ സർക്കിൾ. യെല്ലോ കളർ എന്ന് പറഞ്ഞാൽ ഈ ഔട്ട് സൈഡിൽ കാണുന്നത് മാത്രമല്ലേ, ആ ഗ്രീൻ കളറിന്റെ അടിയിലും വരുന്നുണ്ട് യെല്ലോ കളർ അല്ലെ. സോ ഏരിയ ഓഫ് സ്ക്വയർ ഹോൾ ഡിവൈഡ് ബൈ ഏരിയ ഓഫ് സർക്കിൾ. നമുക്കിവിടെ സ്ക്വയറിന്റെ ഏരിയ കാൽക്കുലേറ്റ് ചെയ്യാമല്ലോ. എ ബി സൈഡായിട്ട് വരുന്ന സ്ക്വയർ അല്ലേ, അപ്പൊ അതിന്റെ ഏരിയ എന്ത് വരും? എ ബിയുടെ ഹോൾ സ്ക്വയർ വരും. അതുപോലെ സർക്കിളിന്റെ ഏരിയ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാ? πr സ്ക്വയർ അല്ലേ.
ഇപ്പോ ഏരിയ ഓഫ് സ്ക്വയർ ഹോൾ ഡിവൈഡ് ബൈ ഏരിയ ഓഫ് സർക്കിൾ എന്ന് പറഞ്ഞാൽ എന്തും AB സ്ക്വയർ ഡിവൈഡ് ബൈ പൈ ആർ സ്ക്വയർ. AB എന്ന് പറയുന്നത് 2 സെന്റിമീറ്റർ അല്ലെ, ഫിഗർ നോക്കിയേ, AB 2 സെന്റിമീറ്റർ. അപ്പൊ ABയുടെ സ്ക്വയർ എന്നാൽ 2ന്റെ സ്ക്വയർ. ഇനി സർക്കിളിന്റെ പൈ ഇൻറ്റു ആർ സ്ക്വയർ, ആർ എന്ന് പറയുന്നത് തൊട്ട് മുകളിൽ നോക്കിയേ √2 ആണ്. അപ്പോ ആറിന്റെ സ്ക്വയർ ഞാൻ തൊട്ട് മുന്നേയുള്ള പ്രോബ്ലത്തിലും പറഞ്ഞു തന്നു, റൂട്ട് വരുന്ന ഒരു ടേമിനെ സ്ക്വയർ ചെയ്താൽ ആ റൂട്ടിനെ അങ്ങ് ഒഴിവാക്കിയാൽ മതി. അപ്പോ പൈ ഇൻറ്റു ആറിന്റെ സ്ക്വയർ എന്നാൽ √2ന്റെ സ്ക്വയർ, √2ന്റെ സ്ക്വയർ ചെയ്യുമ്പോൾ എന്താവും 2 ആവും. സോ ഇറ്റ് ഈസ് ഈക്വൽ ടു 2 സ്ക്വയർ ഹോൾ ഡിവൈഡഡ് ബൈ പൈ ഇൻറ്റു √2ന്റെ സ്ക്വയർ, ദാറ്റ് ഈസ് ഈക്വൽ ടു 4 ഡിവൈഡ് ബൈ പൈ ഇൻറ്റു 2. അവിടെ നോക്കിയേ, ന്യൂമറേറ്ററിലെ 4ഉം ഡിനോമിനേറ്ററിലെ 2ഉം നമുക്ക് 2 വെച്ച് ക്യാൻസൽ ചെയ്തൂടെ അല്ലെ. അപ്പൊ 4 നമുക്ക് 2 കൊണ്ട് ക്യാൻസൽ ചെയ്യുമ്പോൾ നമുക്ക് 2 കിട്ടും. ഡിനോമിനേറ്ററിലെ 2നെയും അതേ നമ്പർ ആയ 2 കൊണ്ട് ക്യാൻസൽ ചെയ്യുമ്പോൾ നമുക്ക് 1 കിട്ടും. സോ ദ ആൻസർ വിൽ ബി 2/5. ഇനി ഇവിടുന്ന് അങ്ങോട്ടൊന്ന് പറഞ്ഞുതരാം. ഇതിന് ഇവിടെ കൊണ്ട് സ്റ്റോപ്പ് ചെയ്താൽ മതി. നമുക്ക് കോമൺ ആയിട്ടൊന്ന് ചിന്തിച്ചു നോക്കണം. 2 എന്ന് പറയുന്നത് ന്യൂമറേറ്റർ, പൈയുടെ വാല്യൂ നമുക്ക് ഡെസിമൽ ഫോമിൽ അറിയാലോ, 3.14 എന്ന് പറഞ്ഞാൽ പോകുന്നത് അല്ലെ. അപ്പോ ഡിനോമിനേറ്ററിലെ ലാർജർ നമ്പറും ന്യൂമറേറ്ററിലെ സ്മോളർ നമ്പറും അല്ലെ. 3യെക്കാളും ലെസ് അല്ലേ, 3.14നേക്കാളും ലെസ് അല്ലേ 2. അപ്പൊ ന്യൂമറേറ്ററിലെ സ്മോളറും ഡിനോമിനേറ്ററിലെ ലാർജർ നമ്പറും ആണെങ്കിൽ തീർച്ചയായും ഡിവൈഡ് ചെയ്താൽ അത് 1നേക്കാളും ലെസ് ആയിട്ടുള്ള ഒരു നമ്പർ കിട്ടും. ഇനി ഇവിടെ 2/π എന്ന് പറയുന്ന ഒരു പോസിറ്റീവ് നമ്പർ ആണ് അല്ലെ. അപ്പോ ഈ ഡിവിഷൻ, അതായത് 2/π എന്ന് പറയുന്നതിന്റെ വാല്യൂ ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കും, ബട്ട് ഇറ്റ് ഈസ് ലെസ് ദാൻ 1 ആയിരിക്കും. അപ്പൊ നമ്മുടെ പ്രോബബിലിറ്റി കറക്റ്റ് ആണ്. അല്ലാതെ ഇനി ഇതിനെ ഈ പൈയുടെ വാല്യൂ 22/7 എന്നോ അല്ലെങ്കിൽ 3.14 എന്നോ കൊടുത്ത് കാൽക്കുലേറ്റ് ചെയ്യണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. ഇവിടെ കൊണ്ട് നിങ്ങൾക്ക് സ്റ്റോപ്പ് ചെയ്യാം. ഇനി ഒരു കുട്ടി പൈയുടെ വാല്യൂ 22/7 കൊടുത്തെന്ന് വെച്ചോ, കുഴപ്പമുണ്ടോ? ഒരു പ്രശ്നവുമില്ല. അതിന്റെ കുറച്ച് സമയം വേസ്റ്റ് ആയി പോകുന്നു എന്നുള്ളേ ഉള്ളൂ. പ്രീവിയസ് ആയിട്ടുള്ള എത്രയോ വീഡിയോസ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, നമ്മളുടെ ചില തെറ്റായ ധാരണകളും ചില മെത്തേഡ്സിന്റെ ഇംപ്രോപ്പർ മെത്തേഡ്സിന്റെ ഒക്കെ പ്രശ്നങ്ങൾ കൊണ്ടാണ് പലപ്പോഴും നമുക്ക് എക്സാം ഹാളിൽ സമയം ഒരുപാട് വേസ്റ്റ് ആയി പോകുന്നത്. അപ്പൊ പ്രോബബിലിറ്റി കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞാൽ ഫ്രാക്ഷണൽ റെപ്രസെന്റേഷനകത്ത് കൊണ്ട് നിർത്തിയാൽ മതി. അല്ല പ്രോബബിലിറ്റി കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞാൽ നിങ്ങൾ ഈ ഡെസിമൽ ഫോമിലൊന്നും കാൽക്കുലേറ്റ് ചെയ്യുന്ന നിർബന്ധമൊന്നുമില്ല. ഇവിടെ 2/π എന്ന് പറയുന്നത് പേപ്പർ ചെക്ക് ചെയ്യുന്ന ടീച്ചറിന് അറിയാം, ഇറ്റ് ഈസ് എ പോസിറ്റീവ് നമ്പർ ആൻഡ് ഇറ്റ് ഈസ് ലെസ് ദാൻ 1. അവിടെ പ്രോബബിലിറ്റി എന്നവർക്ക് മനസ്സിലാവും. അതുകൊണ്ട് ഇതിന്റെ ആവശ്യമേ ഇവിടെ ഉള്ളൂ. ഇനി ആർക്കെങ്കിലും നിർബന്ധമുണ്ട്, സാറേ എനിക്ക് ഇതിന്റെ ഫ്രാക്ഷൻ ഫോമിൽ നിന്ന് മാറ്റി ഡെസിമൽ ആക്കണം, ആക്കിക്കോ, ഒരു പ്രശ്നവുമില്ല. എക്സാം ഹാളിൽ നിങ്ങളുടെ സമയം അത്രയും വേസ്റ്റ് ആവുന്നു എന്നുള്ള കാര്യം മെമ്മറിയിൽ ഒന്ന് ചെറുതായിട്ടൊന്ന് ആലോചിച്ച് വെച്ചിരുന്നാൽ മതി. ഓക്കെ, ഇതായിരുന്നു നമ്മുടെ സെക്കൻഡ് ക്വസ്റ്റ്യന്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത്. നമുക്ക് ഇനി തേർഡ് ക്വസ്റ്റ്യനകത്തേക്ക് പോവാം. ഇൻ ദ ബിലോ പിക്ചർ, സർക്കിൾ എക്സാക്ട്ലി ഫിറ്റിംഗ് ഇൻസൈഡ് എ സ്ക്വയർ is the green part. Calculate the probability of a dot put without looking to be within the green part. ഈ ക്വസ്റ്റ്യൻ വേറൊരു രീതിയിൽ എങ്ങനെ ചോദിക്കുന്നു വെച്ചാൽ, സർക്കിൾ എക്സാക്ട്ലി ഫിറ്റിംഗ് ഇൻസൈഡ് എ സ്ക്വയർ എന്ന് പറയുന്ന ടേമിന് പകരം വേണമെങ്കിൽ എ സർക്കിൾ ഈസ് ഇൻസ്ക്രൈബ്ഡ് ഇൻ എ സ്ക്വയർ എന്നും പറയാം. ഇൻസ്ക്രൈബ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഉൾക്കൊള്ളിക്കുക എന്നുള്ളതാണ്. എ സർക്കിൾ ഈസ് ഇൻസ്ക്രൈബ്ഡ് ഇൻ എ സ്ക്വയർ എന്ന് പറയുമ്പോൾ സർക്കിള് സ്ക്വയറിനകത്താണ് വരുന്നത്. ഇനി എങ്ങനെ സ്ക്വയറിനകത്ത് വരും? സ്ക്വയറിനകത്ത് ചെറിയൊരു സർക്കിൾ അല്ല, ആ സ്ക്വയറിനകത്ത് വരയ്ക്കാൻ പറ്റിയ ലാർജസ്റ്റ് സർക്കിളിനെ ആയിരിക്കണം അവിടെ നമുക്ക് കൺസിഡർ ചെയ്യേണ്ടത്. അതുകൊണ്ട് ക്വസ്റ്റ്യൻ സർക്കിൾ എക്സാക്ട്ലി ഫിറ്റിംഗ് ഇൻസൈഡ് എ സ്ക്വയർ എന്ന് പറയുന്നതിന് പകരം എ സർക്കിൾ ഈസ് ഇൻസ്ക്രൈബ്ഡ് ഇൻ എ സ്ക്വയർ എന്ന് പറയുമ്പോഴും ഫിഗർ തന്നിട്ടില്ല എങ്കിൽ അതും ഒന്ന് ഓർത്തു വെച്ചോണം. ജോമെട്രിക്കൽ പ്രോബബിലിറ്റിയിൽ എല്ലായ്പ്പോഴും ഫിഗർ തരുമെന്ന് പ്രതീക്ഷിച്ചിരിക്കരുത്. ചില ക്വസ്റ്റ്യൻസ് പറഞ്ഞു പോകത്തേ ഉള്ളൂ, യു ഹാവ് ടു ഡ്രോ ദ ഫിഗർ ദെയർ. അപ്പോ സർക്കിൾ എക്സാക്ട്ലി ഫിറ്റിംഗ് ഇൻസൈഡ് എ സ്ക്വയർ എന്നതിന് പകരം സർക്കിൾ ഈസ് ഇൻസ്ക്രൈബ്ഡ് ഇൻ എ സ്ക്വയർ എന്ന് പറയുമ്പോൾ നിങ്ങളൊരു സ്ക്വയർ വരയ്ക്കണം. ആ സ്ക്വയറിനകത്ത് ലാർജസ്റ്റ് സർക്കിൾ, സ്ക്വയറിനകത്ത് ലാർജസ്റ്റ് സർക്കിൾ എന്ന് പറയാൻ അങ്ങനെ വരും, ആ സ്ക്വയറിന്റെ 4 സൈഡ്സിനെ ടച്ച് ചെയ്തായിരിക്കും ആ സർക്കിള് നിൽക്കുന്നത്. ഓക്കെ, അങ്ങനെ ഒരു ഫിഗർ നിങ്ങൾ അവിടെ സ്കെച്ച് ചെയ്ത് എടുത്തോണം. ഓക്കെ, നമുക്ക് എന്താ സൊല്യൂഷൻ പാർട്ടിലേക്ക് ഒന്ന് പോവാം. സീ ദ ഫിഗർ ഹിയർ. ABCD എന്ന് പറയുന്നത് നമ്മുടെ സ്ക്വയർ ആണ്. ഇവിടെ ഡയമെൻഷൻസ് ഒന്നും പറഞ്ഞിട്ടില്ല, സ്ക്വയറിന്റെ ഡയമെൻഷനും പറഞ്ഞിട്ടില്ല, അതുപോലെ സർക്കിളിന്റെ ഡയമെൻഷനും പറഞ്ഞിട്ടില്ല. ഇപ്പൊ നമ്മൾ നേരത്തെ പ്രോബ്ലത്തിലൊക്കെ പറഞ്ഞല്ലോ, ഡയമെൻഷൻ സ്പെസിഫൈഡ് അല്ല എങ്കിൽ
ആ 2 ജോമെട്രിക്കൽ ഫിഗേഴ്സിലെ ഏതെങ്കിലും ഒരു ഫിഗറിന് നമ്മൾ ഡയമെൻഷൻസ് അസൈൻ ചെയ്യണം. എന്നിട്ട് ആ അസൈൻ ചെയ്ത വാല്യൂവിനെ കണക്ട് ചെയ്ത് സെക്കൻഡ് ജോമെട്രിക്കൽ ഫിഗറിന്റെ ഡയമെൻഷൻ നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്ത് യൂസ് ചെയ്തോണം. ഓക്കെ, ഞാൻ എന്തായാലും ഇവിടുത്തെ ആ സ്ക്വയറിന് ഡയമെൻഷൻ 2a യൂണിറ്റ് എന്നാണ് പറയുക. സോ ലെറ്റ് ദ സൈഡ് ഓഫ് സ്ക്വയർ ഈക്വൽ ടു 2a യൂണിറ്റ്. ഇനി ഇവിടെ നോക്കി, നമ്മുടെ സർക്കിള് ആ സ്ക്വയറിന്റെ 4 സൈഡ്സിനെയും ടച്ച് ചെയ്തില്ലേ പോകുന്നത് അല്ലെ? അപ്പോ AD എന്ന് പറയുന്ന സൈഡിനെയും BC എന്ന് പറയുന്ന ഓപ്പോസിറ്റ് സൈഡിനെയും ടച്ച് ചെയ്ത് പോകുന്ന പോയിന്റ്സിനെ ഞാനൊന്ന് ജോയിൻ ചെയ്തു. കണ്ടോ, അവിടെ PQ എന്ന് പറയുന്നത്, ആ PQ ഇപ്പൊ ആരായി? നമ്മുടെ സർക്കിളിന്റെ ഡയമീറ്റർ ആണ് അല്ലെ? ആ സർക്കിളിന്റെ ഡയമീറ്റർ എന്ന് പറയുന്നത് നമ്മുടെ ഈ സ്ക്വയറിന്റെ സൈഡിന് ഈക്വൽ ആയിട്ടാണ് നിൽക്കുന്നത്. ഓക്കെ, ഇതൊക്കെ നമ്മൾ സർക്കിൾസിന്റെ ചാപ്റ്റർ ഒന്ന് നോക്കുകയും ചെയ്യണം. ഇനി അടുത്ത് നമുക്കിവിടെ പറയാൻ പറ്റുന്ന ഒരു കാര്യമുണ്ടല്ലോ, ഈ ഡയമീറ്ററിന്റെ ലെന്ത് ആയ PQ എത്രയെന്ന് നമുക്ക് പറയാൻ പറ്റും അല്ലെ? PQ എന്ന് പറയുന്നത് സ്ക്വയറിന്റെ സൈഡിന് ഈക്വൽ അല്ലേ? അപ്പോ ഡയമീറ്റർ D ഈക്വൽ ടു 2a എന്ന് നമുക്ക് പറയാൻ പറ്റും അല്ലെ? ഓക്കെ, ഡയമീറ്റർ എന്ന് പറയുന്ന വാല്യൂ അറിയാമെങ്കിൽ സർക്കിളിന്റെ റേഡിയസ് നമുക്ക് പറഞ്ഞുകൂടെ അല്ലെ? സോ ഹിയർ diameter D equal to 2a, therefore radius R equal to 2a യുടെ ഹാഫ് എന്ന് പറയുമ്പം a ആവും അല്ലെ? അപ്പൊ നമുക്ക് സർക്കിളിന്റെ റേഡിയസും അറിയാം, സ്ക്വയറിന്റെ സൈഡും അറിയാം. നമ്മുടെ 2 ജോമെട്രിക്കൽ ഫിഗേഴ്സ് ഏതൊക്കെയാ? സ്ക്വയറും സർക്കിളും. സ്ക്വയറിന്റെ ഏരിയ കാൽക്കുലേറ്റ് ചെയ്യണം, സർക്കിളിന്റെ ഏരിയ കാൽക്കുലേറ്റ് ചെയ്യണം. സ്ക്വയറിന്റെ ഏരിയ കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ അതിന്റെ ഒരു സൈഡ് വേണം. നമുക്ക് അതിന്റെ സൈഡ് നമ്മൾ ആദ്യമേ അസൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട് 2a ആണ്. അപ്പോൾ സ്ക്വയറിന്റെ ഏരിയ കാൽക്കുലേറ്റ് ചെയ്യാൻ പ്രശ്നമില്ല. ആ സ്ക്വയറിന്റെ സൈഡിനെ കണക്ട് ചെയ്ത് നമ്മൾ സർക്കിളിന്റെ ഏരിയ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള റേഡിയസ് ഇപ്പം ഫൈൻഡ് ഔട്ട് ചെയ്തിട്ടുണ്ട്. ദാറ്റ് ഈസ് a എന്നാണ്. ഇനി നമുക്ക് പ്രോബബിലിറ്റി പറയാൻ എളുപ്പമല്ലേ അല്ലെ? സോ പ്രോബബിലിറ്റി ഓഫ് ആൻ ഈവന്റ് ഈക്വൽ ടു ഫേവറബിൾ ഏരിയ ഹോൾ ഡിവൈഡ് ബൈ ടോട്ടൽ ഏരിയ അല്ലെ? ഇനി നമുക്കിവിടെ ഫേവറബിൾ ഏരിയ ആണ്, ഗ്രീൻ കളറിലുള്ള ഏരിയ ആണ്. ടോട്ടൽ ഏരിയ എന്ന് പറഞ്ഞാൽ ആ ലാർജർ സ്ക്വയറിന്റെ ഏരിയ ആണ്. സോ പ്രോബബിലിറ്റി ഓഫ് ഡോട്ട് വിത്തിൻ ഗ്രീൻ പാർട്ട് ഈക്വൽ ടു ഏരിയ ഓഫ് സർക്കിൾ ഡിവൈഡ് ബൈ ഏരിയ ഓഫ് സ്ക്വയർ അല്ലെ? ഇനി അവിടെ സർക്കിളിന്റെ ഏരിയ കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാ? πr സ്ക്വയർ അല്ലേ? തൊട്ടു മുന്നേയുള്ള പ്രവർത്തനം നമ്മൾ പറഞ്ഞു കഴിഞ്ഞതാ. ഇനി അവിടുത്തെ സ്ക്വയറിന്റെ ഏരിയ കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാ? സൈഡിന്റെ സ്ക്വയർ അല്ലേ അല്ലെ? അപ്പൊ നമുക്ക് അതിന്റെ ഫോർമുലയിലേക്ക് കൊണ്ടുവന്ന് തരും. ദാറ്റ് ഈസ് ഈക്വൽ ടു πr സ്ക്വയർ ഡിവൈഡ് ബൈ AB യുടെ സ്ക്വയർ. ഓക്കെ, ദാറ്റ് ഈസ് π ഇൻറ്റു R എന്ന് പറയുന്ന a അല്ലേ? R സ്ക്വയർ എന്താവും? a സ്ക്വയർ ആവും. AB എന്ന് പറയുന്നത് നമ്മുടെ സ്ക്വയറിന്റെ സൈഡ് ആണ്. സ്ക്വയറിന്റെ സൈഡ് 2a ആണ്. അപ്പൊ നമുക്ക് ഇതിനെ ഒന്ന് റീറൈറ്റ് ചെയ്ത് തരും, π ഇൻറ്റു a സ്ക്വയർ ഡിവൈഡ് ബൈ 2a ദ ഹോൾ സ്ക്വയർ. ഓക്കെ, ഇനി നമുക്ക് ആ സ്ക്വയർ സെപ്പറേറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ തരും πa സ്ക്വയർ ഡിവൈഡ് ബൈ 4a സ്ക്വയർ. നോക്കിയേ, ന്യൂമറേറ്ററിലും a സ്ക്വയർ ഉണ്ട്, ഡിനോമിനേറ്ററിലും a സ്ക്വയർ ഉണ്ട്. ആ a സ്ക്വയറും ക്യാൻസൽ ചെയ്ത് പറഞ്ഞൂടെ? സോ ദ ആൻസർ ഈസ് π/4. ഇവിടെ നിങ്ങളൊന്ന് നോക്ക്, പലപ്പോഴും പിള്ളേർ എങ്ങനെ ചെയ്തും അത് ഫുൾ മാർക്ക് കിട്ടണമെങ്കിൽ ഡെസിമൽ എക്സ്പാൻഷൻ വരെ കൊണ്ടുവരണം. അങ്ങനെ ഒരു തെറ്റിദ്ധാരണയുണ്ട്. ഇത് ഇതിന്റെ സൊല്യൂഷൻ ആണ്. π/4 എന്ന് പറയുന്ന സൊല്യൂഷൻ ആയി കഴിഞ്ഞു. ഇനി പൈ എന്ന് പറയുന്നതിന്റെ വാല്യൂ എന്താ? 3.14 അല്ലേ? 3.14 സംതിങ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ 3.14 യൂസ് ചെയ്യാറുണ്ട്. അപ്പൊ ന്യൂമറേറ്ററിൽ 3 സംതിങ് എന്ന് പറയുന്ന ഒരു വാല്യൂ, ഡിനോമിനേറ്ററിൽ 4. ഡിനോമിനേറ്റർ ലാർജർ അല്ലേ? 4 അല്ലേ? ന്യൂമറേറ്ററിൽ 3 ആണ്. അപ്പോൾ എന്തായാലും ഡിവൈഡ് ചെയ്താൽ ഇതിന്റെ ആൻസർ ലെസ് ദാൻ 1 വരും. ഇത് ഞാൻ ആൻസർ ഒന്ന് വെരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞു തരുന്നതാണ്. നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ ഫ്രാക്ഷൻ കറക്റ്റ് ആൻസർ ആണോ അല്ലയോ എന്നുള്ളതിന് നിങ്ങൾക്ക് ഉറപ്പ് വരുത്താൻ വേണ്ടി പറഞ്ഞു തരുന്നേ. അപ്പോൾ ഡിനോമിനേറ്റർ ലാർജർ ആണെങ്കിൽ തീർച്ചയായും ആ ഡിവിഷൻ തരുന്ന റിസൾട്ട് എന്ന് പറഞ്ഞാൽ ലെസ് ദാൻ 1 ആയിരിക്കും. ഇനി ആ π/4 എന്ന് പറയുന്നത് ഒരു പോസിറ്റീവ് നമ്പർ അല്ലേ? അപ്പോൾ തീർച്ചയായും ഈ π/4 എന്ന് പറയുന്നത് നമ്മൾ ഡിവൈഡ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ അതിന്റെ വാല്യൂ എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കും ആൻഡ് ഇറ്റ് ഈസ് ലെസ് ദാൻ 1 ആയിരിക്കും. അപ്പൊ നമ്മുടെ ആൻസർ കറക്റ്റ് ആണ്. ഇനി ഈ പൈക്ക് പകരം 3.14 22/7 കൊടുത്ത് ഒരു കുട്ടി ഇത് കാൽക്കുലേറ്റ് ചെയ്തെന്ന് പറഞ്ഞാൽ ഒരു തെറ്റുമില്ല, പ്രശ്നമൊന്നുമില്ല. ഞാൻ വീണ്ടും ആവർത്തിക്കാം, തൊട്ടു മുന്നേ പറഞ്ഞുള്ളൂ, എക്സാം ഹാളിൽ നമ്മുടെ ഓരോ സെക്കൻഡിനും വാല്യൂ ഉള്ളതാണ്. അപ്പൊ π/4 എന്ന് പറയുന്നതിന് അവിടെ കൊണ്ട് നിങ്ങൾക്ക് സ്റ്റോപ്പ് ചെയ്യാം. ദാറ്റ് ഇസ് എ കറക്റ്റ് ആൻസർ അവിടെ. ഓക്കെ, ഇനി ഒരു കാര്യം കൂടെ ഈ പ്രോബ്ലത്തിൽ ഒന്ന് ഡിസ്കസ് ചെയ്തിട്ട് പോവാം. ഇതുവരെ നമ്മൾ ചെയ്തുകൊണ്ട് വന്നത് എങ്ങനെയായിരുന്നു? പ്രോബബിലിറ്റി ഓഫ് ഡോട്ട് വിത്തിൻ ദ ഗ്രീൻ പാർട്ട് എന്നാ ചിലപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്.
What is the probability of getting the dot outside the green part? മനസ്സിലാക്ക്. Find the probability of getting the dot inside the green എന്നും ചോദിക്കാം. അതുപോലെ probability of getting the dot outside the green എന്നും ചോദിക്കാം. outside the green എന്ന് പറഞ്ഞാൽ not inside the green എന്നല്ലേ? നമ്മൾ പ്രോബബിലിറ്റി പഠിച്ചെന്തായിരുന്നു? പ്രോബബിലിറ്റി ഓഫ് ആൻ ഈവന്റ് പ്ലസ് പ്രോബബിലിറ്റി ഓഫ് നോട്ട് ദാറ്റ് ഈവൻ ഈക്വൽ ടു 1 എന്നാണ്. അപ്പൊ ഇവിടെ എങ്ങനെ പറയാം നമുക്ക്? പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് ദ ഡോട്ട് ഇൻ ദ ഗ്രീൻ പാർട്ട് പ്ലസ് പ്രോബബിലിറ്റി ഓഫ് ദ ഡോട്ട് നോട്ട് ഇൻ ദ ഗ്രീൻ പാർട്ട് ഈക്വൽ ടു 1. ഗ്രീൻ പാർട്ടിന്റെ പ്രോബബിലിറ്റി 5/4 അല്ലേ നമ്മളിവിടെ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിരിക്കല്ലേ? അപ്പോ പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് ദ ഡോട്ട് ഔട്ട്സൈഡ് ദ ഗ്രീൻ അല്ലെങ്കിൽ നോട്ട് ഇൻ ദ ഗ്രീൻ എന്ന് പറയുന്നത് വരും 1 - 5/4. മറന്നു പോരുത്. ഞാൻ പ്രാക്ടീസ് സെക്ഷനകത്ത് ക്വസ്റ്റ്യൻ കൊണ്ടുവരുമ്പോഴത്തേക്ക് അവിടെ ചോദിക്കുന്നുണ്ട്. അപ്പോ മറന്നു പോരുത് കാര്യങ്ങൾ. ഓക്കെ, അന്നേരം പ്രോബബിലിറ്റി ഓഫ് ആൻ ഈവന്റ് പ്ലസ് പ്രോബബിലിറ്റി ഓഫ് നോട്ട് ആൻ ഈവന്റ് ഈക്വൽ ടു 1 എന്ന് പറയുന്നത് ഓർത്തോണം. ഇനി പ്രോബബിലിറ്റി ഓഫ് ഡോട്ട് ഔട്ട്സൈഡ് ദ ഗ്രീൻ എന്ന് പറയുമ്പോൾ ഞാൻ തുടക്കത്തിലേ പറഞ്ഞു തന്നു, അത് ആ യെല്ലോയ്ക്കും ഔട്ട്സൈഡിലല്ല ഉദ്ദേശിക്കുന്നത്. ഔട്ട്സൈഡ് ദ ഗ്രീൻ എന്ന് പറഞ്ഞാൽ പ്രോബബിലിറ്റിയിൽ അതിന്റെ ടേം ഇൻഡിക്കേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ അത് മീൻ ചെയ്യുന്നത് എന്ന് പറഞ്ഞാല് നമ്മുടെ ടോട്ടൽ റീജിയൻ ഔട്ട്സൈഡിലല്ല, ടോട്ടൽ റീജിയൻ ഇൻസൈഡ് തന്നെയാണ്. ആ ഗ്രീൻ റീജിയൻ ഔട്ടും അതുപോലെ ABCD എന്ന് പറയുന്ന സ്ക്വയറിന് ഇൻസൈഡിലും എന്ന് പറഞ്ഞാൽ ആ യെല്ലോ കളർ നമുക്കിപ്പം വിസിബിൾ ആവുന്ന റീജിയൻ ഉണ്ടല്ലോ, എയുടെ ആ കോർണറിൽ ബിയുടെ അവിടെ സിയുടെ അവിടെ ഡിയുടെ അവിടെ അല്ലെ, ആ വിസിബിൾ ആകുന്ന യെല്ലോ കളർ പാർട്ടിൽ ഡോട്ട് വരാനുള്ള പ്രോബബിലിറ്റി അവിടെ ചോദിക്കുന്നത്. ഓക്കെ, അന്നേരം അതിന്റെ റീസൺ എങ്ങനെ നമ്മൾ കൊടുക്കുന്നത്? പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് ദ ഡോട്ട് ഇൻസൈഡ് ദ ഗ്രീൻ റീജിയൻ പ്ലസ് പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് ദ ഡോട്ട് നോട്ട് ഇൻസൈഡ് ദ റീജിയൻ ഈക്വൽ ടു 1 എന്ന് പറയുന്ന ഫോർമുല യൂസ് ചെയ്ത് കാൽക്കുലേറ്റ് ചെയ്തോളാം. ഓക്കെ, അന്നേരം നമുക്ക് ഇന്ന് ഈ 3 ക്വസ്റ്റ്യൻസിന്റെ ഡിസ്കഷൻ ആണ് നമ്മൾ വെച്ചിരുന്നത്. നിങ്ങൾക്ക് പ്രാക്ടീസ് സെഷനകത്തേക്ക് വേണ്ടി ഞാൻ 2 ക്വസ്റ്റ്യനുകൾ കൊണ്ടുവന്നിട്ടുണ്ട്. നമുക്ക് പ്രാക്ടീസ് സെഷന്റെ ക്വസ്റ്റ്യനകത്തേക്ക് പോവാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എ ഫൈൻ ഡോട്ട് ഈസ് പ്ലേസ്ഡ് ഇൻ ടു ദ പിക്ചർ വിത്തൗട്ട് ലുക്കിംഗ് ഇൻ ടു ഇറ്റ്. ഫസ്റ്റ് സബ് ക്വസ്റ്റ്യൻ ഇതാണ് നമ്മുടെ എക്സാമിന്റെ പാറ്റേൺ. സബ് ക്വസ്റ്റ്യൻ പാറ്റേണിനകത്തേക്കാണ് വരുന്നത്. വാട്ട് ഇസ് ദ ഏരിയ ഓഫ് ലാർജർ സർക്കിൾ? സബ് ക്വസ്റ്റ്യൻ 2, വാട്ട് ഇസ് ദ ഏരിയ ഓഫ് 2 സ്മോളർ സർക്കിൾസ്? അവിടെ വേണമെങ്കിൽ വാട്ട് ഇസ് ദ ഏരിയ ഓഫ് സ്മോളർ സർക്കിൾ എന്നും ചോദിക്കും. 2 സ്മോളർ സർക്കിൾ എന്ന് ഞാൻ ഇട്ടെന്നേ ഉള്ളൂ. ചോദിക്കുമ്പോൾ എങ്ങനെ വേണേ ചോദിക്കാം. 2 ഒഴിവാക്കിയിട്ട് വാട്ട് ഇസ് ദ ഏരിയ ഓഫ് സ്മോളർ സർക്കിൾ? സബ് ക്വസ്റ്റ്യൻ 3, what is the probability of falling the dot in the smaller circle? Sub question 4, what is the probability of falling the dot outside the small semicircle? അപ്പൊ അവിടെ തേർഡ് സബ് ക്വസ്റ്റ്യൻ അത് what is the probability of falling the dot in the small semicircle? ഫോർത്തില് what is the probability of falling the dot outside the small semicircle? ഓർത്ത് വെച്ചോണം. ഇവിടെ ഒരു ഡയമെൻഷൻസും തന്നിട്ടില്ല. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? ഒന്നുകിൽ ലാർജർ സർക്കിളിന്റെ ഡയമീറ്റർ പറയുക, അതിൽ നിന്ന് സ്മോളർ സർക്കിളിന്റെ ഡയമെൻഷൻ ആയിട്ട്, അത് സ്മോളർ സർക്കിളിന്റെ ഡയമീറ്ററോ റേഡിയസിലേക്കൊക്കെ വരിക, അല്ലെങ്കിൽ തിരിച്ചു വേണമെങ്കിൽ ചൂസ് ചെയ്യാം. സ്മോളർ സെമി സർക്കിളിന്റെ ഡയമീറ്റർ പറഞ്ഞ് ആ ഡയമീറ്റർ വെച്ചുകൊണ്ട് ലാർജർ സർക്കിളിന്റെ ഡയമീറ്ററിലേക്ക് വേണമെങ്കിലും പോവാം. അന്നേരം അത് നിങ്ങളുടെ കൺവീനിയൻസ് അനുസരിച്ച് ആ പ്രോബ്ലത്തെ ഹാൻഡിൽ ചെയ്തോണം. ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ നമുക്ക് കൺസിഡർ ചെയ്യാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ, എ സ്ക്വയർ ഈസ് ഇൻസ്ക്രൈബ്ഡ് ഇൻ എ റെക്ടാംഗിൾ ആസ് ഷോൺ ഇൻ ബിലോ ഫിഗർ. ദ ലെങ്ത് ഓഫ് റെക്ടാംഗിൾ ഈസ് 3 times as its breadth. Without looking to the figure, one put a dot on it. Sub question 1, what is the area of rectangle? Sub question 2, what is the area of square? Sub question 3, what is the probability of falling the dot inside the square? Sub question 4, what is the probability of falling the dot outside the square? അപ്പോ outside the square എന്ന് പറഞ്ഞാൽ ആ റെഡ് റീജിയന് ഔട്ട്സൈഡിൽ എന്ന് പറഞ്ഞാൽ എവിടെ വരും? ആ ലെഫ്റ്റിലും റൈറ്റിലും വരുന്ന യെല്ലോ റീജിയൻ ആണ്. അല്ലാതെ ആ റെക്ടാംഗിളിന്റെ ഔട്ട്സൈഡിലേക്ക് പോകില്ല. ഞാൻ ഇന്ന് ക്ലാസ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ പറഞ്ഞു തന്നിട്ടുണ്ട്. ഓക്കെ, അല്ലാതെ എക്സാമിന് ക്വസ്റ്റ്യൻ വരുമ്പോൾ ഇൻസൈഡ് ദ റെക്ടാംഗിൾ ഔട്ട്സൈഡ് ദ സ്ക്വയർ എന്നൊന്നും പറയില്ല. ഔട്ട്സൈഡ് ദ സ്ക്വയർ എന്ന് പറഞ്ഞാൽ അവിടെ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന എന്താണ്? സ്ക്വയറിന്റെ പുറത്ത്. സ്ക്വയറിന്റെ പുറത്ത് എന്ന് പറഞ്ഞാൽ നമ്മുടെ ടോട്ടൽ റീജിയന് ഔട്ട്സൈഡിലല്ല,
ടോട്ടൽ റീജിയന് ഇൻസൈഡിലായിട്ടായിരിക്കും കൺസിഡർ ചെയ്യേണ്ട റീജിയൻ വരുന്നത്. ഓക്കെ, അന്നേരം ഇതും സോൾവ് ചെയ്തോണം. ഇതിനകത്ത് ഞാൻ ആദ്യമേ പറയുന്നു കേട്ടോ, എ സ്ക്വയർ ഈസ് ഇൻസ്ക്രൈബ്ഡ് ഇൻ എ റെക്ടാംഗിൾ എന്ന് പറഞ്ഞാൽ ഒരു റെക്ടാംഗിളിനകത്ത് വരയ്ക്കാൻ പറ്റുന്ന ലാർജസ്റ്റ് സ്ക്വയർ. റെക്ടാംഗിളിനകത്ത് വരയ്ക്കാൻ പറ്റുന്ന ലാർജസ്റ്റ് സ്ക്വയർ ഏതാ? റെക്ടാംഗിളിന്റെ ബ്രെഡ്ത്തിന് ഈക്വൽ ആയിട്ട് വരുന്ന സൈഡുള്ള സ്ക്വയർ അല്ലെ. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ ബ്രെഡ്ത്ത് ബി ആയിട്ട് എടുത്താൽ, ഏതാ റെക്ടാംഗിളിന്റെ ബ്രെഡ്ത്ത് ബി ആയിട്ട് എടുത്താൽ ആ ബി ആയിരിക്കും നമ്മുടെ സ്ക്വയറിന്റെ സൈഡായിട്ടും ആക്ട് ചെയ്യുന്നത്. ഇനി ആ ബിയും റെക്ടാംഗിളിന്റെ ലെന്തും തമ്മിലൊരു ലിങ്കിങ് ഉണ്ട്. അവിടെ പറഞ്ഞിരിക്കുന്നുണ്ടോ, ലെന്ത് ഓഫ് റെക്ടാംഗിൾ ഈസ് 3 times ആസ് ഇറ്റ്സ് ബ്രെഡ്ത്ത് എന്നാണ്. അപ്പൊ നോക്കി പ്രോബ്ലം ചെയ്തു നോക്കുക. ഡൗട്ട് ഉണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞാൽ വാട്സപ്പ് ചെയ്യാം. നിങ്ങൾക്ക് നേരത്തെ ഞാൻ തന്നുകൊണ്ടിരിക്കുന്ന വീഡിയോ ഒന്ന് ചേഞ്ച് ചെയ്തു വന്നു. ഞാൻ പറയാം, കുറച്ച് ഫിസിക്കൽ പ്രോബ്ലംസ് ഒക്കെ ഉണ്ടായിരുന്നു. തൽക്കാലം ഇങ്ങനെ പോട്ടെ, ക്ലാസ് ഇങ്ങനെ പോട്ടെ. എന്തായാലും നിങ്ങൾ വർക്ക് ചെയ്യുക. ഇതിന്റെ ബാക്കിയുള്ള വീഡിയോസ് വളരെ പെട്ടെന്ന് തന്നെ ഞാൻ അപ്ലോഡ് ചെയ്ത് തരുന്നതാണ്. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.